എ ഡിവോഴ്സ് ഡോട്ടർ ഇസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ. കേൾക്കാൻ വലിയ സുഖമൊന്നുമില്ല അല്ലേ? പക്ഷെ ഇതൊരു സത്യമാണ്. കാരണം ഡിവോഴ്സിന്റെ പര്യായപദം തോൽവി എന്നല്ല. നമുക്ക് പറ്റാത്തൊരു ജോലി നമ്മൾ കളയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, നമുക്ക് പറ്റാത്തൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെയാണ് വീക്ക് ആയിട്ടുള്ള കാര്യമാവുന്നത്? രണ്ടും ആക്ട് ഓഫ് സർവൈവൽ ആണ്. ഒപ്പം തന്നെ രണ്ടും ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നു. വർഷങ്ങളോളം റിലേഷൻഷിപ്പിനെ കുറിച്ച് സ്റ്റഡി നടത്തിയ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോൺ ഗോട്ട്മാൻ സജസ്റ്റ് ചെയ്യുന്നത് നിരന്തരമായിട്ടുള്ള കണ്ടംപ്റ്റ്, വിമർശനങ്ങൾ, സ്റ്റോൺ വോളിംഗ് ഒക്കെ ആ റിലേഷൻഷിപ്പിലുള്ള ആളുകളിൽ സ്ട്രെസ് കൂട്ടുന്നു, അവരുടെ ഹെൽത്തിനും മെന്റൽ വെൽബീങ്ങിനും ഒക്കെ ഹാംഫുൾ ആണ് എന്നൊക്കെയാണ്. അതുപോലെ തന്നെ റിസർച്ചുകൾ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, സ്ഥിരമായിട്ട് റിലേഷൻഷിപ്പിൽ അല്ല മെറിറ്റൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് കാർഡിയോവാസ്കുലർ ഇഷ്യൂസും ഡിപ്രഷനും ആങ്സൈറ്റിക്കും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഡിവോഴ്സ് ചൂസ് ചെയ്യുന്നത് ഗിവിംഗ് അപ്പ് അല്ല, അത് നമ്മുടെ ആരോഗ്യവും നമ്മുടെ അഭിമാനവും ജീവിതവും ഒക്കെ ചൂസ് ചെയ്യുന്നതാണ്. ഇതൊരു മരത്തിന്റെ രോഗബാധയുള്ള ഭാഗം മുറിച്ച് കളയുന്ന പോലെയാണ്. അത് മുറിച്ച് കളയുന്നതോടെ മരം നല്ല സ്ട്രോങ് ആയിട്ട് വളരും, കൂടുതൽ സർവൈവ് ചെയ്യും. അതൊരു നല്ല കാര്യമല്ലേ? ഇനി നിങ്ങളോട് തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്തതെന്ന് ചോദിക്കാതെ അതിൽ നിന്ന് എന്തൊക്കെ ഞാൻ പഠിച്ചു, അത് എനിക്ക് എങ്ങനെ ഹെൽപ്ഫുൾ ആയി എന്ന് ചിന്തിക്കാൻ നോക്കാം. കാരണം ഒന്ന് അവസാനിപ്പിച്ചാൽ മാത്രമേ മനോഹരമായ മറ്റൊന്ന് തുടങ്ങാൻ പറ്റൂ.